ശരി ചേട്ടാ, ശരി, നാളെ കാണാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ലോക പ്രശസ്തമായ ബീച്ച് ഡെസ്റ്റിനേഷൻസ് ആണ് സീഷെൽസും മൗറീഷ്യസും ടാൻസാനിയയിലെ സാൻസിബാറും എല്ലാം. എന്നാൽ ഈ ലിസ്റ്റിൽ പെടാതെ കുറച്ച് അണ്ടർ റേറ്റഡും അഫോർഡബിളുമായിട്ടുള്ള ഒരു വേൾഡ് ക്ലാസ് ബീച്ച് ഇവിടെ കെനിയയിലുണ്ട്. നല്ല വെള്ള പൊടിമണലുള്ള ദ ജുവൽ ഓഫ് കെനിയൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ഡിയാനി. ഈ ഡിയാനിക്കടുത്ത് മെയിൻലാൻഡിൽ നിന്നും ഒരു 1/2 കിലോമീറ്റർ മാറി കടലിനുള്ളിൽ ഒരു കൊച്ചു ദ്വീപുണ്ട്, ഷാലെ ഐലൻഡ്. ഈ ദ്വീപിനെ പറ്റി മലയാളത്തിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മറ്റൊരു വീഡിയോ ഉള്ളതായിട്ട് എനിക്കറിവില്ല. അതുകൊണ്ട് അവസാനം വരെ കണ്ട് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കണ്ട. ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ആയിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ ശരത്തങ്ങളും കൂടിയിട്ട് മൊംബാസയിൽ നിന്ന് വണ്ടി ഓടിച്ച് ഷാലെ ഐലൻഡിലേക്ക് പോകുന്ന വഴി ഇവിടെ സൈഡിൽ കടലിൽ നിന്ന് പോർട്ടിലേക്ക് പോകുന്ന കപ്പൽ ചാലുകളുടെ ഒരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷാലെ ഐലൻഡ് കാഴ്ചകളിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു 10 Pin Stories. മൊംബാസയിൽ നിന്ന് ഡോങ്കോ കുണ്ടു ബൈപ്പാസ് വഴിയാണ് കേട്ടോ നമ്മൾ സൗത്ത് കോസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു പാലോ അങ്ങനെ എന്തോ പണിഞ്ഞേക്കുന്നതാണ്. ഇതിൻ്റെ പേര് സുൻസ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ, സുൻസ ബ്രിഡ്ജ്. അപ്പോൾ അങ്കിൾ ഇതിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നു യാത്ര ചെയ്യണേ. ആ ഭാഗത്തൊക്കെ ചതുപ്പ് നിലവും മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ കാണാനുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കപ്പൽച്ചാലുകളല്ലേ ആ ഭാഗത്ത് കണ്ടിരുന്നൊക്കെ, കപ്പൽച്ചാലുകളല്ലേ പോർട്ടിലേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ ഉണ്ടല്ലോ ആകെ ഒന്ന് മൂടിക്കെട്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഷാലെ ഐലൻഡിലുണ്ടല്ലോ ആ ബീച്ചിനൊക്കെ ഒരു ബ്ലൂ കളർ അല്ലേ, അങ്ങനത്തെ അങ്ങനെ തെളിഞ്ഞ അങ്ങനത്തെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും കിട്ടണമെങ്കിൽ നല്ല വെയിലും മഴക്കാറൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷെ തെളിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നു ഞങ്ങളെ ആ ഭാഗത്തേക്കൊക്കെ അല്ലേ, തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഐലൻഡിലേക്ക് എന്തോ ഈ ട്രാക്ടറിന്റെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു? അത് ലോ ടൈഡ് വരുമ്പോ അധികം വെള്ളം ഉണ്ടാവില്ല, അപ്പൊ അവര് ട്രാക്ടർ ഉപയോഗിച്ച് കൊണ്ടുപോകും. അപ്പൊ ഇന്നിപ്പോ ലോ ടൈഡിന്റെ ചാൻസ് ഉണ്ടോ? അവിടുത്തെ നല്ല അറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ പോവാം. അല്ലെങ്കിൽ ബോട്ടിൽ പോവാം. അപ്പൊ വണ്ടി എവിടെ ഇടും? വണ്ടി അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് പോവാല്ലേ. ഇവിടെ ഉക്കുണ്ട എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടൗൺ വന്നു കേട്ടോ. ഈ ഉക്കുണ്ടേന്ന് ഉക്കുണ്ട ടൗണിൽ നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകണം. അപ്പൊ ഈ വഴിയാണ് ഡയാനി എയർപോർട്ടൊക്കെ. ഇതല്ലാതെ മറ്റേ മൊംബാസയിൽ വേറെ എയർപോർട്ട് ഇല്ലേ, അത് എവിടെയായിട്ടാ? നമ്മളതിന്റെ സൈഡിൽ കൂടെ പോകുന്നത് ആ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി പോയിട്ട് ഒരു റൈറ്റ് എടുക്കണം. പിന്നെ ഉള്ള റൂട്ട് മുഴുവൻ കടലിന്റെ തീരത്ത് കൂടെ തോന്നുന്നു അല്ലേ. അപ്പോൾ ആ വഴി എന്തൊക്കെയോ പ്രത്യേകതരം കുരങ്ങന്മാരെയൊക്കെ കാണാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഏത് മങ്കിയായിരുന്നു? കൊളംബസ് മങ്കീസിന്റെ സ്പോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഭാഗത്തെ കുറേ വൈറ്റ് സെറ്റിലേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ കയറിയില്ലേ, ഇതുപോലെ ചെറിയ എന്താ പറയുക ബസാർ അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും, ബാങ്ക് ഉണ്ടാവും, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. പിന്നെ ഈ ലോക്കലായിട്ട് ആൾക്കാർ വിൽക്കുന്ന ചില സാധനങ്ങൾ, പിന്നെ എന്താ പറയുക ഇപ്പോൾ ഇവിടെയുള്ള ഫോറിൻ സെറ്റിലേഴ്സ് തന്നെ എന്തെങ്കിലും എന്താ പറയുക കെച്ചപ്പോ അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന അങ്ങനത്തെ ചെറിയ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻറ്റേഴ്സിൽ ഞങ്ങൾ കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു ബാങ്ക് ഉണ്ട്, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിക്കാം. അവിടെ കുറച്ച് വൈറ്റ്സ് ഇരുന്നിട്ട് കേക്കോ കുക്കീസ് ബേക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, ചെറിയ ജ്വല്ലറി വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാ അല്ലേ. കിടലം വൈബാട്ടോ. വന്നപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ അവിടെ വന്ന് അപ്രോച്ച് ചെയ്തു. അവരിങ്ങനെ കോക്ടെയിൽസോ അങ്ങനെ മോക്ടെയിൽസ് ഒക്കെ വിൽക്കുക കേട്ടോ. ഇവിടെ കെനിയൻസും യമനിൽ വന്ന അറബ്സുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അത് ഈ മൊംബാസ ഏരിയയിൽ കുറേ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് വേറെ തന്നെയാണ് കേട്ടോ, ഇവരുടെ പോലെയല്ല.
കുറച്ച് ഒരു വ്യത്യാസമുള്ളതാണ്. പിന്നെ ഇത് കൂടാണ്ട് അവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് വിൽക്കുന്നു. അത് ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. പിന്നെ ഈ പെറ്റ്സിനുള്ള ഫുഡ്, അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ബാഗുകൾ, ബേക്ക് ചെയ്ത ഐറ്റംസ്, ജ്വല്ലറി, കുറേ സാധനങ്ങൾ കേട്ടോ, ബിക്കിനി, അങ്ങനെ കുറേ സാധനങ്ങൾ. അതിങ്ങനെ എന്തോ വീക്കെൻഡ് മാർക്കറ്റ് പോലെ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ ഇതല്ലാണ്ട് അപ്പുറത്തും കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടകളും ബാങ്കും ഒക്കെ ഉണ്ട്. എന്തോ വാഷ്റൂമിൽ പോയേക്കാം. നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒന്ന് ചുറ്റി നടന്ന് കാണാം കേട്ടോ. അങ്കിളിനെ വണ്ടി നല്ല ഭ്രാന്തായിട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വേഗം നിർത്തിയതാ. ഇല്ല ഇത് കെ ആണ്, സെയിം നമ്പർ ഇവരുടെ എയും ഇത് കെയും ആണ്. പക്ഷെ നല്ല ഡ്രസ് ഉണ്ടല്ലേ. അത്രയും കിട്ടുമല്ലോ. ഇതാട്ടോ വയർലെസ് അതിന്റെ ആന്റിനയാണ് അല്ലേ. പാർക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാർക്കിന്റെ അകത്ത്. അപ്പൊ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് നമുക്ക് കേൾക്കാം. കരിക്ക് കുടിക്കണം, അവിടെ കരിക്കിന്റെ കടകളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒരു ഷോപ്പും കൂടി ഉണ്ട്. ഇപ്പൊ ഇവിടെ മാങ്ങ കാണാം, പോണ വഴിക്ക് നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ക്യാബേജിന്റെ ഒക്കെ സൈസ് കണ്ടാണ്ടല്ലോ, എന്തത് വലിയ വലിയ ക്യാബേജ് കേട്ടോ. ഇതിനെങ്ങനെ പോയാലും ഒരു 5-6 കിലോ ഉണ്ടാവും ആ ഒരു ക്യാബേജിന്. പൈനാപ്പിൾ ഉണ്ട്, പിന്നെ കുറെ തക്കാളി, ഇതേ മാങ്ങ ഉണ്ട്. ഇതാണ് മാങ്ങ. ഇല്ലേ വലിപ്പല്ലേന് അങ്ങള് പറയുന്നു ചെറിയ മാങ്ങയാണ്, എല്ലാം വലിയ വലിയ മാങ്ങയാണ്. പിന്നെന്താ അതെ, പച്ചമുളക് ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നാരങ്ങ ഉണ്ട്, പിന്നെ മാങ്ങ, വലിയ ലെമൺ ഉണ്ട്, അങ്ങനെ സാധനങ്ങൾ കേട്ടോ. മേടിക്കണ്ട ഞങ്ങളെന്തെങ്കിലും കൊണ്ടുപോകാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൊളംബസ് മങ്കിയുടെ കാര്യം. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഈ കൊളംബസ് മങ്കീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ റോട്ടിൽ കൂടെ ക്രോസ് ചെയ്ത് അതിന് ആക്സിഡന്റ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇതുപോലെ മരത്തുനിന്ന് മരത്തിലേക്ക് ഓരോ കോണി അല്ലെങ്കിൽ ഒരു പാലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് ഒരു കോണി പച്ച കളറിൽ. അപ്പോൾ അതിന് ഇത് കൂടെ നടന്ന് അതിലേക്ക് പോകാം. അല്ലെങ്കിൽ പണ്ടൊക്കെ ഇത് നിലത്ത് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അതിന് വണ്ടി ഇടിക്കുമായിരുന്നു. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഋഷികേശ് ഭാഗത്തൊക്കെ ഞാൻ എപ്പോൾ പോകുമ്പോഴും കാണാറുണ്ട് ഇങ്ങനെ കുരങ്ങന്മാരെ റോട്ടിൽ വണ്ടി ഇടിച്ച് കിടക്കണം. അത് ശരിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വലിയ മരത്തിലേക്ക് ഇട്ട് അതിലിങ്ങനെ തൂങ്ങി തന്നെ പോകാമല്ലോ. നല്ല അടിപൊളി ഇനീഷ്യേറ്റീവ് ആയിരുന്നു അത്. ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ബ്ലൂ മെർലിൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വണ്ടി തിരിച്ചു കേട്ടോ. അപ്പോൾ മൊത്തം ഒരു എന്താ പറയുക കണ്ടില്ലേ, നിറച്ച് ചെടികളും മരത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് യാത്രയാണ്. അപ്പോൾ അത് ഗേറ്റ് കടന്ന് നമ്മളിതൊരു പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ എവിടെയാണ് ഈ കാണാൻ തോന്നുന്നു കേട്ടോ. അതെന്തോ ഫിഷിൻ്റെ പേരാത്ര, ഈ ബ്ലൂ മെർലിൻ ഒരു ഫിഷാണ്. അപ്പോൾ അതാണ് ആ പേരിട്ടേക്കണത്. പൊന്നോ, വൈറ്റ് സാൻഡ് ബീച്ചാട്ടോ. ശരിക്കും ഇങ്ങനെ വെള്ള കളറില്ല, വെള്ളയല്ല കേട്ടോ, ഈ ചന്ദനമൊക്കെ പോലെ ഇരിക്കുന്ന ചന്ദനത്തിൻ്റെ കളറാണ്. പിന്നെ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ലൈറ്റ് ബ്ലൂ കളറാണ്. അങ്ങോട്ട് ചെല്ലുന്തോറും അതിൻ്റെ കളർ മാറി പിന്നെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചായിട്ട് വരണം. ഇവിടെ മറ്റേ മസായി ഡ്രസ്സിൽ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാർ പല വാട്ടർ സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് എന്തൊക്കെയോ ചെറിയ യാട്ടും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കിഡിലനാണ്, കിഡിലൻ. കെനിയയിൽ മിക്ക സ്ഥലത്തും പ്രത്യേകിച്ച് നാഷണൽ പാർക്കുകളിലൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് പാടില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അവർ കയറ്റി വീട്ടിലകത്ത്. അതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിൽസാണ് കേട്ടോ. വെള്ളം ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിൽസിലാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് കുപ്പി എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. കണ്ടോ, ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. കുറച്ച് വില കൂടുതലാണ് കേട്ടോ, കുറച്ചല്ല, അത്യാവശ്യം നല്ല വില കൂടുതലാണ്. പക്ഷേ അതിൻ്റെ കുപ്പി കാണാനും അതിൻ്റെ അകത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇത് 1 ലിറ്ററൊന്നും ഇല്ല, 750 ml ആണ്.
ഫിഷിൻ്റെ ഐറ്റം പറഞ്ഞു കേട്ടോ. ഒന്ന് ഇത് ട്യൂണയാണ്. ട്യൂണയിൽ സെസ്മി സീഡ്സും ഉണ്ട്, സോയ സോസൊക്കെ കൂടി ഉണ്ടാക്കിയിരിക്കണതാണ്. എൻ്റെ കൂടെ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസ്, ഒരു ലെമണൊക്കെ ഉണ്ട്. പിന്നെ മറ്റേത് ഇത് കിങ് ഫിഷ് ആട്ടോ. കിങ് ഫിഷും പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, മാഷ് പൊട്ടറ്റോ ഉണ്ട്. അതിൻ്റെ ഒപ്പം ലെമണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു മെഡിറ്ററേനിയൻ സ്റ്റൈലിലാട്ടോ ഉണ്ടാക്കിയിരിക്കണേ. നമുക്ക് ആദ്യം ഈ ട്യൂണ കഴിച്ച് നോക്കാം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ? ശരിക്കും മീനും എള്ളും കൂടിയിട്ടുള്ള സോയ സോസിൻ്റെ എന്താ ടേസ്റ്റ് എനിക്ക് അത്ര കിട്ടിയില്ല. പക്ഷേ എള്ളിൻ്റെ ഇതാണ് കിട്ടിയത്. കിങ് ഫിഷ് കഴിച്ച് നോക്കാം. അതിൻ്റെ കൂടെ ഒരു സോസൊക്കെ ഉണ്ട് കേട്ടോ, അതും കൂടി എടുക്കാം. Yeah. So the sauce, they say it's the soy sauce, but then they add some sugar, they make it, and then it becomes an onagi sauce. ഒനാഗി. Yeah. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അത് സോയ സോസ് ആണെന്ന്. അപ്പോൾ ആളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയാം അതിൻ്റെ കൂടെ ഷുഗറും അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ട് അത് ഒനാഗി സോസ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒന്ന് കറക്റ്റ് ചെയ്താണ് കേട്ടോ. നമ്മളൊരു ഡെഡ് എൻഡിൽ എത്തിയിട്ടോ. അപ്പോൾ അതെ ആ കാണുന്ന അവിടെ നിന്ന് അങ്ങനെയാണ് ബോട്ടിൽ പോവാം. നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് ഇനി ബോട്ട് എടുക്കാം. ഇത് ട്രാക്ടർ ഞാൻ കാണിച്ചു തരാം. ട്രാക്ടർ എന്ന് പറഞ്ഞില്ലേ രാവിലെ ഈ കിടക്കണൊക്കെയാണ് കേട്ടോ. ട്രാക്ടറും എങ്ങനെ ഇതിലാണ് പോവുക ഇനി ഇൻ കേസ് വെള്ളമില്ലെങ്കിൽ. ഇവിടെ അതിൽ വഴിയുണ്ടോ? ഓക്കെ ഓക്കെ. ഞാനത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചാൽ. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ട്രാക്ടർ. ഇതിലിരുന്നിട്ട് പോവാം. ഓക്കെ, അപ്പോൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടു കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് ബോട്ടിൽ പോകാൻ കേട്ടോ. ഹായ്, ഇഷ്ടമായോ? ഓക്കെ, വയറു ചെയ്യട്ടെ. പിന്നെ കാണാതെ വരുമ്പോൾ വന്നോട്ടെ. ബോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഫോറിനേഴ്സ് ടൂറിസ്റ്റും ഉണ്ട്. ഒരു ഫാമിലിയാണ്, അച്ഛനും അമ്മയും ഒരു കുട്ടി. മരത്തിൻ്റെ ഒരു ഡെക്കാട്ടോ പണിതേക്കണേ. അപ്പോൾ ഇതാ കാണുന്നതാണ് ബോട്ട്. ഇവിടെയൊക്കെ കണ്ടൽക്കാടുകളാട്ടോ. ഇത് രസമാണെന്നറിയ ഭാഗം ക്ലീൻ ആട്ടോ വെള്ളം. ക്ലീൻ വെള്ളമാണ്. മഴ കഷ്ടമായി പോയിട്ടോ. ശരിക്കും ഇത് ലക്കാണ്. മറ്റന്നാൾ തൊട്ട് ഇവിടെ മഴയില്ല, ഒന്നുമില്ല വെതറിൽ. ഹായ്, ഹലോ, താങ്ക് യു. ഹായ് ബറാക്. ബറാക് ഒബാമ. വെള്ളം ഉണ്ടല്ലോ, എന്ത് ക്ലീനാണെന്നറിയോ. അപ്പോൾ ഇതിനധികം ആഴമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അരയ്ക്കൊപ്പം വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് നമ്മൾ ബോട്ടിൽ വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ലോ ടൈഡ് ആണെങ്കിൽ അവിടെ ട്രാക്ടറുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രാക്ടറിൽ നമ്മൾ അതിലാണ് ഇങ്ങോട്ട് വരിക കേട്ടോ. കടലിനെ ഫേസ് ചെയ്ത് കുറേ റൂമുകളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരെണ്ണം ഈ ഒരു ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് റൂമാണ്, അകത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലൊരു ഓലയൊക്കെ മേഞ്ഞ് ഒരു ചെറിയൊരു പാത്ത് വേ ഉണ്ട്. അതും താഴെ ഫ്ലോറിങ് നല്ല ഹാർഡായിട്ടുള്ള വുഡാട്ടോ. അപ്പോൾ അത് കടന്ന് അങ്ങോട്ട് പോകുന്നു. എൻട്രൻസിൽ ആനക്കൊമ്പ് പോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശാല ഐലൻഡിലേക്ക് നമ്മൾ കിടക്കുക കേട്ടോ. ഈ ശാല ഐലൻഡിൻ്റെ അവിടെ ഒരു ലോഗോ കണ്ടോ? അതാ കൊളംബസ് മങ്കിയാണ് എൻ്റെ ലോഗോ ആയിട്ട് കൊടുത്തേക്കണം. ഇതിലേക്ക് കയറുമ്പോൾ അവരൊരു കുട തന്നു കേട്ടോ. എല്ലാവർക്കും ഓരോ കുട തന്നിട്ടില്ല. മഴയല്ലേ, പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോൾ മഴ കുറഞ്ഞില്ല. നിങ്ങളെ ഇതാണ് കൊളംബസ് മങ്കി കേട്ടോ. ഇത്ര നേരമായിട്ട് എന്നെ കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആനക്കൊമ്പ്.
ഈ സൈഡിലൊക്കെ കണ്ടൽക്കാടുകളും പിന്നെ എന്താ പറയുക ഒരു ഫോറസ്റ്റ് പോലെ കേട്ടോ. എനിക്കിത് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ ഇത് ഇഷ്ടമാവണില്ല, കാരണം നേരിട്ട് കാണുന്നൊരു ഭംഗിയുണ്ടല്ലോ, അത് വേറെ തന്നെ കേട്ടോ. ഇങ്ങനെ റെയിൻ ഫോറസ്റ്റിലൊക്കെ ചെന്നൊരു പ്രതീതിയാണ്. കുറേ കിളികളുടെ സൗണ്ടും എന്തോ കുരങ്ങൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ എന്ത് രസമാണെന്നറിയോ. എല്ലാവരും മുമ്പിലേക്ക് നടന്നു പോയി. രസമായിട്ടല്ലേ ഒരു പ്രോപ്പർട്ടി ആൾക്കാർ ചെയ്തു തരണേ. കിളികളുടെ ഒച്ചേട്ടാ ഈ ഭാഗമൊക്കെ നോക്കിയേ. അയ്യോ, ലക്ഷ്മി ആയിരുന്നു വരണ്ടിരുന്നത് കേട്ടോ. ലക്ഷ്മിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും ദിവസം ഒന്നും അടുപ്പിച്ച് ലീവ് കിട്ടില്ല, അതാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ലക്ഷ്മിയും കൂടി കൂട്ടിക്കൊണ്ടിരായിരുന്നു. എനിത്തിങ് കണക്റ്റഡ് ടു വെള്ളം, എനിക്ക് അപ്പം ലക്ഷ്മിയെ ഓർമ്മ വരും. ആ വെള്ളമല്ല കേട്ടോ, മറ്റേ വെള്ളം, നമ്മുടെ സാധാരണ വെള്ളം. നടന്നു പോണ വഴിക്ക് മരത്തിൻ്റെ ചില്ലയിലുണ്ടല്ലോ 2 ചിത്രശലഭങ്ങൾ ഇരിക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര രസമാണെന്നറിയോ. അങ്ങനെ ഒരു 10-200 മീറ്റർ നടന്നിട്ട് നമ്മളിതേ പ്രോപ്പർട്ടിയിലെത്തി കേട്ടോ. കയറി വന്ന പറഞ്ഞ സൈഡിലിതേ കൊളംബസ് മങ്കിയെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് കേട്ടോ. കോഡ് ഓഫ് കണ്ടക്റ്റിൽ ആദ്യമായിട്ട് എഴുതിയേക്കണത് ഡോണ്ട് അറ്റംപ്റ്റ് ടു ഫീഡ് എന്നാണ് കേട്ടോ. ഈ കൊട്ടക്കൊള്ളാമല്ലോ, എല്ലാം പോയിന്റ് ഇത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എഴുതിയേക്കണ മങ്കിക്ക് ഫുഡ് കൊടുക്കരുതെന്നാണ്. കാരണം അത് ഇലകളാണ് മാത്രമാണ് കഴിക്കുള്ളൂ. ഐ കോണ്ടാക്ട് വെക്കരുത് മങ്കിയായിട്ട്, അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ അതിൻ്റെ ട്വിൻസാണ്, കൊളംബസ് മങ്കിയുടെ ഫോട്ടോ എല്ലാം അങ്ങനെ ഒരു വാട്ടർ കളർ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ അവർ കൊണ്ടുവന്നുണ്ട്. ഞാനിവിടെ വെക്കട്ടെ, കടൽ കാണിച്ചു തരാം കേട്ടോ. ഓ, ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കിൻ്റെ ആകാശം കുറച്ച് ക്ലീനായി വരുന്നുണ്ട്. എൻ്റെ പൊന്നു. അപ്പോൾ ഇതൊരു ഐലൻഡാണ്. ഈ ബീച്ച് മൊത്തം നമുക്ക് പ്രൈവറ്റാണ്. എൻ്റെ മോനെ കിട്ടില്ല. റിസോർട്ടിൻ്റെ മാനേജറായിട്ടോ അപ്പോൾ സംസാരിച്ച് ആളിവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇത് ഇവിടെ ഒരു ബാറുണ്ട്, അത് 24 hours, റിസപ്ഷൻ 24 hours. പിന്നെ ഒരു സ്നാക്ക് ബാറുണ്ട്, അത് 9 മണി വരെയുള്ളൂ. പിന്നെ ഫുഡും എല്ലാ കാര്യങ്ങളും 24 hours കിട്ടും. പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ മഴയും പിന്നെ ഈ വിൻഡും കാരണം അവർ വിൻഡ് ബ്രേക്കേഴ്സ് ഇട്ടേക്കാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. പിന്നെ റിസോർട്ടിന് ഒരു ആപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യം. ഇപ്പോൾ ഷാല ഐലൻഡ് എന്നാണ് കേട്ടോ. അതായത് ഈ ഐലൻഡിൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാല ഐലൻഡ് തന്നെയാണ് റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് ഞാൻ എടുത്ത് പറയാണ്ടിരുന്നത്. പിന്നെ ഇതാന്ന് തോന്നുന്നു സ്നാക്ക് ബാർ. ഇതാണ് സ്നാക്ക് ബാർ. നല്ല മുകളിലും ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് അവിടെ ചെയ്തേക്കണം. ഇൻറ്റീരിയറൊക്കെ എന്ത് രസമാണെന്നറിയോ. അവിടെ മരത്തിൻ്റെ മീനുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ട്, അങ്ങനെ മീനുകളിങ്ങനെ പോകുന്നതൊക്കെ. പിന്നെ ഇതുപോലെ കണ്ടൽക്കാടുണ്ട്, മറ്റേ ചെടികൾ, അത് ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കണം. ഞാൻ ഇത്ര അടിപൊളിയാണെന്ന് ചോദിച്ചില്ല. ഫോട്ടോസ് കണ്ടപ്പോൾ നന്നായി തോന്നി, പക്ഷേ ഫോട്ടോയിൽ ഇത്രയും ഇതല്ല, ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി. ഇവിടെ ഡൈവിങ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഗിയറും സാധനങ്ങളൊക്കെ ഇവർ തരും. പിന്നെ ലൈഫ് ജാക്കറ്റ്, സ്നോർക്കിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഫ്രീ ആയിട്ട് പാക്കേജിലുള്ളതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഐലൻഡിന് ചുറ്റും വെള്ളത്തിൽ കൂടെ നടക്കാം. അപ്പോൾ ചില ഭാഗത്ത് ഇവിടെ അരയ്ക്കൊപ്പൊക്കെ മഡുണ്ടാവും, അതായത് ഇങ്ങനെ ചെളിയായിരിക്കും. അപ്പോൾ ഇത് നടക്കണമെങ്കിലും ഇവിടെ ഒരു തരം ഷൂസ് ഉണ്ട്, നമ്മൾ ഈ വെള്ളത്തിൽ ഡെക്കാത്തലോണിലൊക്കെ കിട്ടും അങ്ങനത്തെ ഷൂസ്. അപ്പോൾ അത് നിങ്ങൾ ക്യാരി ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സൈസിനനുസരിച്ച് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ അവിടെ ആ ചേട്ടൻ പറഞ്ഞു. മലയാളം പഠിപ്പിക്കുക. You are learning Malayalam? No. His name is Chaka. In the language. Yes. Chaka means fruits. Yeah, it is jackfruit. You have a nice name. So everybody can meet you. Welcome to your home. താങ്ക് യു. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, ഞാനൊന്ന് വ്യൂ കണ്ടിട്ട് വരട്ടെ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട്
ഇവിടെ ഒരു ബീച്ചും ബീച്ചിലിരിക്കാനുള്ള മറ്റേ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബീച്ചിലേക്ക് ഇറങ്ങാനൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പതുക്കെ ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ. ഇൻഡിവിജ്വൽ വില്ലാസാണ് കേട്ടോ. നമ്മുടെ ഒപ്പം നേരത്തെ വന്ന ആൾക്കാർ നമ്മുടെ നെയ്ബേഴ്സായിട്ട് അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇത്രയും നേരം വന്നതിൽ ഈ ബീച്ചായിരുന്നു എന്താ അവിടുത്തെ പ്രകൃതിയായിരുന്നു ഭംഗി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ റൂമിൻ്റെ അകത്തുണ്ടല്ലോ മാരകമായ കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തുടക്കം തന്നെ പറഞ്ഞോട്ടെ, ലക്ഷ്മി സോറി, നമുക്ക് പിന്നെ ഒരു 2 പേർക്കും കൂടി ഒരുമിച്ച് വരാം. അപ്പോൾ കയറുന്നു റൂമിലേക്ക് കേട്ടോ. ഡോറ് തുറന്നകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെ ഒരു സെറ്റി പോലെ ഒരു സംഭവം കേട്ടോ. അതിങ്ങനെ മോസ്കിറ്റോ നെറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോഫി മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ള കോഫിയുടെ ഇപ്പോൾ പുതിയൊരു തരം സാഷിയൊക്കെ വരുന്നില്ലേ, ഇത് കണ്ടോ, സിമ്പിൾ കാര്യമാണ്. ഒരു സ്റ്റാർ ഫിഷിൻ്റെ പോലെയാണ് കീച്ച ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഇത് ഇവിടെ വേണ്ട സാധനങ്ങൾ, കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ ഉണ്ടാക്കാനുള്ള വേറെ സാധനങ്ങൾ. ഇപ്പോൾ ലിക്കർ കഴിക്കണമെങ്കിൽ, വൈൻ കഴിക്കണമെങ്കിൽ അതിനുള്ള ഗ്ലാസ്സുകളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്. വെള്ളം കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില്ല് കുപ്പിയിലാണ് വെള്ളം. അവിടെ മെനു ഉണ്ട് കേട്ടോ. ബെഡ് കണ്ട കിഡിലനായിട്ടില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു മോസ്കിറ്റോ നെറ്റും ഇങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ചുളുക്ക് പോലും ഇല്ലാണ്ട് കേട്ടോ അതിട്ടേക്കണം. അതിൻ്റെ പില്ലോ കവറും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ ഉണ്ട്. ഇവിടെ വേറൊരു മിററുണ്ട്. ഒരു ചെടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ സംഭവം. ഇതാണ് നമ്മുടെ ബാത്റൂം. ഖുൽജ സിം സിം. ദേ കയറി ഉടനെ ലെഫ്റ്റിൽ ലോണ്ട്രി ബാഗ്, ഇങ്ങനെ ഹാങ്ങറൊക്കെ തൂക്കിയിടാണ്ട്. സേഫ് ഉണ്ട്, മറ്റേ ടവലും ഹെയർ ഡ്രയർ, എക്സ്ട്രാ ബ്ലാങ്കറ്റ് ഉണ്ട്, ചെരുപ്പുണ്ട്. അവിടെ അതൊക്കെ തൂക്കിയിടാനുള്ള സൗകര്യം. ഈ സംഭവം നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. വാഷ് ബേസിൻ 2 ഇടയിൽ ഒരു ചെടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളമുണ്ട് കുടിക്കാനുള്ളത്. പിന്നെ ബോഡി ലോഷൻ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, മോസ്കിറ്റോ റിപ്പല്ലൻ്റ് അതുണ്ട്, ടിഷ്യൂ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് തൂക്കിയിടാനുള്ള ടവൽ തൂക്കിയിടാനുള്ള സാധനം, ക്ലോസറ്റ്. ഇത് ഇംഗ്ലീഷുകാർ കഴുകണ സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു ഷവർ ഉണ്ട് കേട്ടോ. ഇതാണ് ഷവർ. ഇത് ഇൻഡോർ ഷവർ. ഇതല്ല മോനെ ഷവർ. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ബാക്ക് യാർഡ് അല്ല കേട്ടോ. ഇത് ബാത്റൂമിൻ്റെ ഭാഗമാണ്. ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഔട്ട്ഡോർ ഷവർ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിങ്ങനെ ഓൺ ചെയ്തിട്ട് കുളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. അങ്കിളവിടെ പറഞ്ഞ വീഡിയോ എടുക്കണോണ്ട് പുറത്തു പോയി ഇരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇതുപോലെ പുറത്തേക്കൊരു ബാൽക്കണി പോലെ ഒരു ഏരിയ. ഇതെനിക്ക് തോന്നുന്നു എന്താ പറയുക, ഡ്രിങ്ക് ചെയ്യാനുള്ളൊരു ടേബിളാണെന്ന് തോന്നുന്നു. നേരെ നമുക്ക് ബീച്ചിലേക്ക് ഓടി ഇറങ്ങാം. നിറച്ച് ഞണ്ടുകളാട്ടോ. ബീച്ചിൽ നിറച്ച് ഞണ്ടുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക്കോ വൃത്തികേടോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഭയങ്കര ക്ലീനാണ്, പ്രൈവറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഷാല ഐലൻഡിലെ കാഴ്ചകൾ. ഇനിയും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ല ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടാന്ന് കേട്ടോ. എന്നിട്ട് മറ്റേ മയിലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, അത് ഭയങ്കര കമ്പനിയാണോ. അത്രയും അടുത്തേക്ക് ചെന്നാൽ മാത്രമേ അതിങ്ങനെ കൊത്താൻ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്ലിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്നോർക്കലിംഗ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ഇന്ന് സ്നോർക്കലിംഗ് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് പറ്റില്ല. ഇവിടെ നിന്ന് ബോട്ടിൽ പോയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഏതോ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇവർ ബോട്ട് ഒരെണ്ണേ ഉള്ളൂ ഇന്ന്. മറ്റേ ബോട്ട് എന്തോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽ അവരെങ്ങോട്ടോ മാംഗ്രൂവ് ഫോറസ്റ്റ് എന്തോ പോയേക്കാണ്. കുറേ നേരമായി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ബോട്ടിൽ പോയാലേ സ്നോർക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റാൻഡപ്പ് പാഡ്ലിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന്. കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, ഭയങ്കര കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ ഇടയ്ക്ക് ലക്ഷ്മീനെ വിളിച്ച് ലക്ഷ്മീനെ ഒന്ന് കൊതിപ്പിച്ചു. പാവം ലക്ഷ്മി എന്തോ ഊട്ടിയിലും കണ്ട് പോയേക്കാണ് ഫ്രണ്ടിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്കിത് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്റ്റാൻഡപ്പ് പാഡ്ലിങ് ചെയ്യാം. പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ മാജിക് കാണിച്ചു തരട്ടെ. ഹായ്, ഹലോ, ഐ ആം ഡൺ. ഓക്കെ, യാ.
നമ്മളാദ്യം വന്ന സ്ഥലം കേട്ടോ അത്. Till where can I go? So you can go just on this side. Uh-huh. Oh, you will give me a life jacket. I know swimming, but yeah. Yeah, But just it is give not you- very deep, right? Now the water is high. Till where? Yeah. Maybe Okay. now it's like just here. Okay. Yeah. What's your name? My name is Fadili. Farili. Yeah. Thank you so much, Farili. Okay, welcome. Okay. ഉറപ്പാ പറ്റില്ലാന്ന്? നിങ്ങൾ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുക. You're gonna try this one on your leg. Yeah. In case you fall down, use the. You don't miss this. Yeah, you don't miss this. Okay. Okay. Yeah. Okay. Okay. So you can have fun. Yeah. Thank Okay. you. Welcome. ഈ സംഭവം ഫരീലി പറഞ്ഞ പോലെ നമുക്ക് കാലിക്കെട്ടാട്ടോ, അല്ലെങ്കിൽ ഈ സാധനം എവിടെയെങ്കിലും നിലയൊക്കെ ഉണ്ട്, പേടിക്കാനുള്ളതൊന്നുമില്ല. എന്നാലും എവിടെയെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഇത് ഫരീലി എയറൊക്കെ അടിച്ച് തന്നു കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റാൻഡപ്പ് പാഡ്ലിങ് നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ട്. ശരിയാ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുട്ടൂത്തി ഇരുന്നിട്ട് അങ്ങനെ പോവാം, ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് നിൽക്കാനൊരു ബാലൻസ് ആയിട്ടില്ല. ഇപ്പോൾ തന്നെ മുട്ടൂത്തി തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ തലയിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇരിക്കുകയല്ലേ കുറച്ച് നേരം, എന്നിട്ട് പതുക്കെ സെറ്റ്. അപ്പോൾ നമുക്കിത് കുറേ ദൂരം പോവാം കേട്ടോ. അതായത് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കാറ്റുണ്ടാവും, കടലിൽ നിന്ന് വരുന്നത്. പോയിട്ട് വരാം കേട്ടോ. ആഹാ കണ്ടോ അവിടെ ഒരു അയ്യോ കാലിൽ കെട്ടിയ സാധനത്തിൻ്റെ വള്ളി വിരിപ്പോയി. അവിടെ കണ്ട ഒരു എന്താ പറയുക, വൈകുന്നേരം ഒക്കെ പോയിരുന്ന് എന്തെങ്കിലും ലിക്കറൊക്കെ കഴിക്കാനുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ബാറ് പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് കേട്ടോ. സൺസെറ്റൊക്കെ കണ്ട് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. ആഹാ കിടിലൻ സ്ഥലം. അവിടെ മെഷൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനൊരു സാധനം നമ്മൾ വരുമ്പോഴേ കണ്ടില്ല. വരുമ്പോൾ മഴയായിരുന്നില്ല, അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കണ്ട ഞാൻ ലക്ഷ്മിയെ വീഡിയോ കോൾ അയ്യോ ലക്ഷ്മിയെ വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലക്ഷ്മി ഹലോ യാ ഐ ആം ഗുഡ്. വീഡിയോ കോൾ ചെയ്തപ്പോൾ ലക്ഷ്മി പറയാം ഇത് കണ്ടിട്ട് കെനിയാന്ന് തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും പറയാം കെനിയല്ല എന്ന്. ആൾക്കാർക്ക് ഒരു കോൺസെപ്റ്റാണ്, അതായത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണെന്നും എന്താ പറയുക വേസ്റ്റും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്താ നോക്ക് നാച്ചുറൽ ബ്യൂട്ടി, എന്താണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, കിടിലനാണ് ശരിക്കും, അടിപൊളിയാണ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ നമുക്ക് പല കാര്യങ്ങളും പല തോട്ട്സും പൊളിച്ചെഴുതണമെന്ന്. ഇതാണ് ആ പൊളിച്ചെഴുത്ത്. ഞാൻ വലിയ സംഭവം എന്നല്ല കേട്ടോ പറഞ്ഞു തരുന്നത്, പക്ഷേ എനിക്ക് കയറി നിൽക്കാനൊരു പേടി. ഇവിടെയൊക്കെ നല്ല ആളുണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. നമുക്ക് കുറച്ച് ദൂരം ഇതിലങ്ങനെ പോയിട്ട് വരാം. കൊക്കുകൾ വന്നിരിക്കണം മരത്തിൽ. ഇതേ പറഞ്ഞു പോകണം. പാവങ്ങള് കുത്തല്ലേ. എൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വല്ല ആനക്കൊണ്ടയൊക്കെ ഉണ്ടാവുമോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എന്തായാലും ഉണ്ടാവും, എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഉയ്യോ കിടിലൻ. വേണ്ട അങ്ങോട്ട് പോണ്ട. നല്ല വെയിലാട്ടാ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്താനാണ് ഞാൻ ഈ ശ്രമിക്കണേ, പക്ഷേ വിചാരിച്ച പോലെ അങ്ങോട്ട് പോണില്ല. എന്തൊരു സമാധാനമാണെന്നറിയോ ഇവിടെ. നല്ല വെയിലാണ്, പൊള്ളുക. ഇത്ര നേരം മഴയായിരുന്നു. ഇത് പക്ഷേ കിടലൻ എക്സ്പീരിയൻസ് ആട്ടോ. കാര്യം ഞാൻ വെയിൽ കാരണം കയറ്റിയതാണെങ്കിലും
ഇവിടെ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നൊരു സുഖമുള്ള പരിപാടിയാണ്. ഇതിൻ്റെ കായ ഉണ്ടോ? ഇത് രസം. ഇതാണ് ഇതിൻ്റെ കായ. പൊട്ടിക്കണില്ല, പക്ഷെ അതെ ഇവിടെ ഞങ്ങളുടെ മൊത്തം കണ്ടൽക്കാടാണ് കേട്ടോ, ഇതേപോലെ തന്നെ. അപ്പോൾ തുഴഞ്ഞിട്ടും അങ്ങോട്ട് നീങ്ങുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ തിരിഞ്ഞ് കാറ്റത്ത് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതിലിങ്ങനെ പണിയൊന്നും എടുക്കാതെ ഇരിക്കാം. അത് അതിൻ്റെ ഒരു ഇതിലങ്ങടെ എന്തായാലും അങ്ങോട്ടാണ് പോണേ. ഒഴുക്ക് കണ്ടോ, തന്നെത്താൻ തിരിഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് പോവാം. നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും അടിപൊളി. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. ഇവിടെ കുറേ കൊക്കുകളൊക്കെ പറന്ന് വരുന്നുണ്ട് കേട്ടോ. എന്ത് ബ്രീഡാണ്, എന്ത് തരം കൊക്കാന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതിൻ്റെ ചുറ്റും അതിവിടെ അതെ, നമ്മൾ വന്ന മെയിൻലാൻഡ് ആയാലും അതെ, അതിൻ്റെ വക്കുകളുണ്ടല്ലോ, അത് ഒരു പ്രത്യേക ഷേപ്പിലാണ്. അതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എല്ലാ സൈഡും കേട്ടോ. അങ്ങനെ നമ്മുടെ വെട്ടുകല്ല് പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇത് കോറലാണെന്നാണ്, കോറൽ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്ത് മതിലുകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഉള്ളിൽ നിറച്ചും ഇതേ പോണം ഞണ്ടുകളാട്ടോ, പേടിച്ച് ഓടുകയല്ല. എന്ത് രസമല്ലേ ഈ ഒരു ഭാഗമൊക്കെ. വെള്ളത്തിലേ പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല കേട്ടോ. കരടുള്ളതൊക്കെ ചെടികളുടെ ഇലയും അതിൻ്റെ തണ്ടൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പ്. മറ്റേ ടാർസനൊക്കെ തൂങ്ങിയാടി പോണ പോലെ. മെയിൻ മെനു അല്ലാണ്ടുണ്ടല്ലോ, അവിടെ ഫ്രണ്ടിലൊരു ബാർബിക്യൂവിൻ്റെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഫോട്ടോ അത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മിക്സ് ഗ്രില്ല് എടുത്തു കേട്ടോ. അതിൻ്റെ അകത്ത് ബീഫ് ഫില്ലറ്റ്, ഡീബോൺ ചിക്കൻ, പോർക്ക് നെക്ക്, ഇത്രയും സാധനം അതിൻ്റെ അകത്തുണ്ട്. അത് കൂടാണ്ട് ഒരു സാലഡ് പറഞ്ഞു കേട്ടോ, ഒരു സീ ഫുഡ് സാലഡ് പറഞ്ഞു, പിന്നെ ഒരു ക്രിസ്പി ഫ്രൈഡ് സീ ഫുഡ്. ഇത്രയും സാധനങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2 പേർക്ക് മതിയാവുമെന്നാണ് പറഞ്ഞത്. For this soup, can you take gazpacho soup? Because he's telling me we don't have pumpkin soup at the moment. ഗസ്പാച്ചോ. ഓക്കെ, അതെ, പംകിൻ സൂപ്പാണ് പറഞ്ഞത്. പക്ഷേ പംകിൻ സൂപ്പില്ല, ഗസ്പാച്ചോ സൂപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണെന്നറിയില്ല, അവർ കൊണ്ടുവരട്ടെ, കഴിക്കാം, ട്രൈ ചെയ്യാം. പിന്നെ എൻ്റെ കൂടെ എന്തൊക്കെയോ സോസൊക്കെ ഉണ്ട് കേട്ടോ, ചിമിച്ചിരി സോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. ലെമൺ ബട്ടർ സോസ്, അതൊക്കെ അതിൻ്റെ മിക്സാണ്. വരട്ടെ, നോക്കാം. ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല എന്താണെന്ന്. ഡിന്നറൊക്കെ കഴിച്ച് ഇതേ പുറത്തിറങ്ങിയപ്പോൾ ഇവിടുത്തെ കാഴ്ച നോക്കി. നല്ല മഴയായിരുന്നു കേട്ടോ, ഗംഭീര മഴയായിരുന്നു. ഞാനൊന്ന് ബീച്ചിലേക്ക് നടക്കാം, നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. പക്ഷേ എന്തായാലും ചന്ദ്രൻ നിൽക്കണം നോക്കിയേ, എന്തൊരു ഭംഗിയാന്ന്. അപ്പോൾ ചന്ദ്രൻ്റെ ആ ലൈറ്റ് കടലിലടിച്ചിങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ക്യാമറയിൽ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല, പക്ഷേ നേരിട്ട് ഭയങ്കര രസമാണ്. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്, നല്ല ക്ലൈമറ്റായിട്ടോ, നല്ല സുഖമുണ്ട്. രാവിലെയൊക്കെ ചൂടായിരുന്നു, ഇപ്പം
കാറ്റൊക്കെ വീശി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു ബാർബിക്യൂ പ്ലേറ്റ് ഓർഡർ ചെയ്തൊക്കെ അടിപൊളിയായിരുന്നു. മറ്റേ സീ ഫുഡിൻ്റെ പ്ലാറ്റർ അത്ര ഇതായിരുന്നില്ല, ഭയങ്കര ഓയിലി ആയിരുന്നു. അപ്പം അങ്കിളത് കഴിച്ചിട്ട് അങ്ങൾ നടന്നു കേട്ടോ, അങ്ങോട്ട് റൂമിലേക്ക് നടന്നു. അങ്കിളത് കഴിച്ചിട്ട് പറയുന്നത് 36 കൊല്ലമായി കേട്ടോ ഇവിടെ കെനിയയിൽ വന്നിട്ട് ആൾ സെറ്റിൽ ചെയ്തിട്ട് 36 കൊല്ലമായി. കലമാരി സാധനം കഴിച്ചിട്ട് പറയാം, ഇത് രാഗത്തിലെ ബജ്ജി പോലെ ഉണ്ടല്ലോ. അപ്പോൾ തൃശ്ശൂർക്കാരൊക്കെ ഇങ്ങനെ റൂട്ടഡാണ്, ഇത്രയും കൊല്ലം മാറി നിന്നിട്ടും അതിനൊന്നും ഒരു മാറ്റമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. കാരണം നമുക്കിതൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തപ്പോൾ നാളെ രാവിലത്തേക്ക് സ്ലോട്ടൊന്നുമില്ല. നമുക്ക് 10:30 അങ്ങോട്ട് ചെക്കൗട്ട്. അപ്പോൾ അതിനു മുമ്പ് എല്ലാം ചെയ്ത് തീർക്കണം. ഇപ്പോൾ എന്തായാലും സ്ലോട്ടൊന്നുമില്ല. നാളെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കണം. കെനിയ മസ്റ്റ് വിസിറ്റ് ആട്ടോ, മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇന്ന് നമുക്ക് നമ്മുടെ മൈൻഡിലുള്ളൊരു കെനിയല്ല, അതായത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയായിരുന്നില്ല കെനിയ ഞാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണതിന് മുമ്പ് എൻ്റെ മൈൻഡിൽ കെനിയ ഇങ്ങനെയല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തോളാം കേട്ടോ. ടാറ്റാ.